بالقرآن فيه الحق وفيه النور فيه اللؤلؤ والمرجان فيه الحق وفيه النور فيه اللؤلؤ والمرجان غرد يا شبل الإيمان غرد واصطح بالقرآن غرد يا شبل الإيمان غرد واصطح بالقرآن. مولاي سلم سلم دائما ابدا على حبيبك خير الخلق كلهم مولاي سلم وسلم دائما ابدا على حبيبك خير الخلق كلهم واللطف عبدك بخيرنا صبرا متى قد والأهوال ينهزمني سر بخلق الله أحمد طه رسول الله രംഭൂവായ മുത്തുനബിയുടെ നവറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് പൂവായ മുത്തുനബിയുടെ നവറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് صلي وسلم الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث صدق الله العظيم. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയനായ ഉസ്താദുമാർ, സ്നേഹമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അദ്ദേഹത്തിൻ്റെ ദിഷണാപരമായ കാഴ്ചപ്പാടിൻ്റെ ഉൽപ്പന്നമാണ് സത്യത്തിൽ ദഴവ എന്ന് പറയുന്നത്, ദഴവ കോളേജ് എന്ന് പറയുന്നത് കേവലം മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിച്ച് നൽകുക എന്ന ഒരു പ്രക്രിയ മാത്രമല്ല, അതിലൂടെ ആർജിച്ചെടുത്ത അറിവുകൾ ഇന്ന് വിവിധ ദഴവ കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങി സമൂഹത്തിന് മുന്നിൽ സേവനം ചെയ്യുന്ന കോടമ്പള്ളി ആരിഫിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഇർഫാനികളും അതുപോലെ സമാനമായ മറ്റ് ദഴവ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളൊക്കെ തന്നെ മത ഭൗതിക വിദ്യാഭ്യാസം സമന്വയിച്ചുകൊണ്ട്
അവർ ദഴവാരംഗത്തേക്ക് സമൂലമായി ഇറങ്ങുകയാണ്. നമ്മുടെ ഈ സംരംഭം സ്വാധീനമായി ചെയ്യുമാകട്ടെ. നന്ദി. വർഷങ്ങളോളം വഴികൾസുകളിൽ ആഴമേറിയ പഠനങ്ങളിൽ സർവ്വിധ സർവണങ്ങളിൽ ഒഴുകി ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവും ചരിത്രവും തത്വശാസ്ത്രവും ഒക്കെ അവർ ഗ്രഹിക്കുകയും സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിലും പുതിയൊരു ജനറേഷൻ വന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിന് നന്ദി കുറിക്കേണ്ടതുണ്ട്. ആ പഴയ കാലത്തെ വ്യവസ്ഥ സംവിധാനം മതിയാവുകയില്ല എന്ന് കണ്ട് പുതിയ ഉന്മേഷവും പുതിയ ശൈലിയും പുതിയ ഭാവവും നൽകിയിട്ട് കേരളത്തിൽ ആദ്യമായി എന്ന് തന്നെ പറയാം മുൻനിര സ്ഥാപനമായിട്ട് രംഗത്ത് വന്ന മഹത്തായ സ്ഥാപനമാണ് ദാറുൽ മആരിഫ് എന്നത്. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين. പന്തരായ ബാബ ഉസ്താദിന്റെ സ്ഥാപനം എന്ന നിലയ്ക്ക് ദാറുൽ മആരിഫ് എന്ന സ്ഥാപനത്തിന് മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്നും വ്യതിരിക്തമായ ഒരിടം തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സമൂഹത്തിന് മുമ്പിൽ അവിടുന്ന് സമർപ്പിച്ച പരിശുദ്ധമായ ദീനിനെ മഹാന്മാരായ സഹാബാക്കളിൽ നോക്കിപ്പഠിച്ച പകർത്തിയെടുത്ത താബിഈങ്ങൾക്ക് ശേഷം ആ ദൗത്യം നിർവഹിച്ച മഹാന്മാരായ ആലിമീങ്ങൾ, പ്രമുഖരായിരിക്കുന്ന പണ്ഡിതന്മാർ, ഇസ്ലാമിക പ്രചരണ രംഗത്ത് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖലയായിരുന്നു രചന, കിതാബുകൾ രചിക്കുക എന്നത്. ഒരർത്ഥത്തിൽ ഹദീസുകളുടെയും വിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ക്രോഡീകരണം നടത്തുന്ന ഒരു കാലഘട്ടം അതായിരുന്നു. പിന്നീട് മുസ്ലിം സമൂഹം പിന്നിലേക്ക് നോക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഗ്രന്ഥരചന രംഗത്ത് മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങളുടെ തീവ്രമായ പരിശ്രമം കൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മുടെ കരങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാധനരായ ഉസ്താദുമാരെ,
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള കോടമ്പുഴ ദാറുൽ മആരിഫ് സ്ഥാപനങ്ങളുടെ സമ്മേളനവും ആദരണീയരായ ബാവ ഉസ്താദ് അവരുടെ രചനാലോകം ഇനിയും പുതിയ വായനാലോകത്തേക്ക് സമർപ്പിക്കുവാനുള്ള സന്ദേശവും എല്ലാം ഒത്തുകൂടുന്ന ഒരു ധന്യ സദസ്സിലാണ് നാം ഉള്ളത്. പ്രിയമുള്ളവരെ, ഒരുപാട് രചനകൾ നിർവഹിച്ച ആളുകളുണ്ട്. എന്നാൽ ലോകം ശ്രദ്ധിക്കാതെ പോയ ആയിരക്കണക്കിന് രചനകൾ നടത്തിയവരുമുണ്ട്. ഒന്നോ രണ്ടോ രചനകൾ നടത്തുകയും അതുതന്നെ ലോകത്ത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുകയും ചെയ്ത രചയിതാക്കളുമുണ്ട്. ആയിരക്കണക്കിന് രചനകൾ നിർവഹിച്ചിട്ട് ഇന്ന് വരെയും വേണ്ടത്ര ജനകീയത കിട്ടാത്ത ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വായിക്കാനുണ്ടെങ്കിൽ ഇമാം ശാത്വവിയെ കുറിച്ച് പറയുന്നത് അൽ ഇഅ്തിസാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമേ മഹാനവറുകൾക്കുള്ളൂ എന്നും മറ്റു ചില ഗ്രന്ഥങ്ങൾ മഹാനവറുകളിലേക്ക് ചേർത്ത് പറയുന്നുണ്ടെങ്കിലും അഭിപ്രായാന്തരമുണ്ടെന്നും ഈ ഒരു രചനയിലൂടെ തന്നെ ലോകോത്തരമായ വിലാസം ലഭിക്കാൻ ഇമാം ശാത്വവിക്ക് അൽ ഇഅ്തിസാമിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ ആമുഖത്തിൽ ഇപ്പോൾ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ബാവ ഉസ്താദ് അവരുടെ രചനകൾ ലക്ഷക്കണക്കിന് ആളുകൾ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ രചനകളോട് ആനുകാലിക സാഹചര്യത്തിൽ ഒരു പുതിയ രചനാ ലോകത്തെ സാന്നിധ്യമായി ഉസ്താദ് അവരുടെ നമുക്ക് വായിക്കാവുന്നതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത്തരം വിഷയങ്ങൾ ആധികാരികമായും വിശദമായും ഒക്കെ പറയാൻ എന്തുകൊണ്ടും അർഹതയുള്ളവർ മാടവൻ ഉസ്താദ് അവர்களാണ് നമ്മോട് സംവദിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കാൻ വൈജ്ഞാനിക സ്ഥാപനങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊള്ളാനും അതിന് കഴിയും വിധം നമ്മുടെയൊക്കെ സഹകരണങ്ങളും സഹായങ്ങളും എത്തിക്കാനുമാണ് ഇത്തരം വേദികളിൽ നിന്ന് നാം മനസ്സിലാക്കുകയും ശ്രമിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വെച്ച ഏറ്റവും അമൂല്യമായ ഏറ്റവും പ്രാധാന്യമുള്ള സ്വത്താണ് അറിവ് എന്ന് പറയുന്നത്. അൽ-ഇസ്തിഗാലു ബിൽ ഇൽമി മിൻ ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഒരാളുടെ സമയം ചെലവഴിക്കുന്നതിൽ ഏറ്റവും അമൂല്യമായി വിനിയോഗിക്കാൻ പറ്റുന്നത് അറിവിന് വേണ്ടി വിനിയോഗിക്കുക എന്നതാണ്. കാരണം അത് അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്താണ്. പണ്ഡിതന്മാർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. എല്ലാവർക്കും അറിവ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ അറിവിനോടുള്ള ആദരവും സ്നേഹവും ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും അറിവ് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു താല്പര്യവും
നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ വിലാസം നേടിയ മഹാന്മാരെല്ലാം അറിവിന്റെയും ആത്മീയതയുടെയും അമരത്ത് നിന്നവരാണ്. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഉന്നതങ്ങളിൽ കഴിഞ്ഞ ആളുകൾ ലോകത്ത് അവരുടെ സാന്നിധ്യം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തോട് വിട പറഞ്ഞാൽ അവരെ ലോകം മറക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആനുകാലിക സുന്നി സമൂഹത്തിൽ പുതിയൊരു മുന്നേറ്റത്തിന് സാധ്യമാകുന്നതിൽ വലിയ പങ്ക് മഹാന്മാരുടെ അവസരോചിതമായ ഇത്തരം വിചാരങ്ങൾക്ക് ഉണ്ട്. ഇന്ന് ജാമിഅത്തുൽ ഹിന്ദിന് കീഴിൽ കേരളത്തിനും കേരളത്തിന് പുറത്തുമുള്ള നിരവധി ദഅ്വാ കോളേജുകളെ ഒരുമിച്ച് നിർത്തുമ്പോൾ 1992 അല്ലെങ്കിൽ 91 ഒന്നോ രണ്ടോ മൂന്നോ ദഅ്വാ കോളേജുകളിൽ നിന്ന് തുടങ്ങിയ ഒരു മുന്നേറ്റമാണ് ഇന്ന് കേരളത്തിൽ നിന്ന് വിട്ട് കർണാടകയിലും അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിലേക്കുമെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വൈജ്ഞാനിക വേദികളാകുന്ന ദഅ്വാ കോളേജുകൾ. അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സമ്പന്നരായ ആളുകൾ മതവിദ്യാഭ്യാസം മാത്രമുള്ള ദർസിലേക്കോ ശരീഅത്ത് കോളേജിലേക്കോ പോകാൻ മടിച്ചിരുന്ന നല്ല ഒരു തലമുറയെ മതവിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിപ്പിക്കാൻ, അതുവഴി പുതിയ ഒരു ജനതയ്ക്ക് കൂടി ആത്മീയമായ അറിവുകൾ നൽകാൻ നമ്മുടെ ഈ ദഅ്വാ കോളേജ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് പ്രതിഭകളെ ഇസ്ലാമിക സേവന രംഗത്തേക്ക് സമ്മാനിക്കാൻ നമ്മുടെ മഹത്തുക്കളായ ഉസ്താദുമാർക്ക് സാധിച്ചു. പരിശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം പോലെ ലോകത്ത് വികസിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിജ്ഞാനമില്ല. കാരണം എന്താണ്? ഇസ്ലാം ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെയും ചർച്ച ചെയ്യുകയാണ്. ആധുനിക വിഷയങ്ങൾ വരുമ്പോൾ ഒരു മതത്തിൽ നിന്ന് അഭിപ്രായം തേടുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് മാത്രമാണ് തേടുന്നത്. ഈ കൊമേഴ്സിന് പ്രാധാന്യമുള്ള ഈ കാലത്ത് ഒരു മതത്തിന്റെ അഭിപ്രായം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മതത്തിന്റെ മാത്രം അഭിപ്രായമാണ് അന്വേഷിക്കുന്നത്. അംഗമാറ്റവും ലിംഗമാറ്റവും ബീജദാനവുമെല്ലാം സാർവത്രികമാവുകയും നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധ ഹോസ്പിറ്റലുകളിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതിൽ മതവിധി അന്വേഷിക്കുന്നത് ഇസ്ലാമിനോട് മാത്രമാണ്. വേറൊരു മതത്തിൽ നിന്നും മതം എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കുന്നില്ല. കാരണം അത്തരം മതങ്ങൾക്കൊന്നും ഈ വിഷയങ്ങളിലേക്ക് പ്രവേശനമില്ല. അല്ലാഹുവിന്റെ പവിത്രമായ ദീനാകുന്ന ഇസ്ലാം മനുഷ്യന്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുകയാണ്. ആ മേഖലകളിലെല്ലാം കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിനെ കാലോചിതമായി അവതരിപ്പിക്കണമെങ്കിൽ ആഴത്തിൽ അറിവുള്ള ആലിമീങ്ങൾ ഇവിടെ ഉണ്ടാവണം. വിവിധങ്ങളായ വൈജ്ഞാനിക ശാഖകളിൽ അവതാരമുള്ളവര് വേണം. ഖുർആനിക വ്യാഖ്യാനങ്ങൾ കൊണ്ട് ലോകത്തോട് സംവദിക്കാൻ പറ്റുന്ന ഖുർആനിക പണ്ഡിതന്മാര് വേണം. ഹദീസ് നിവേദനങ്ങൾ വെച്ചുകൊണ്ട് പാരമ്പര്യ അമലുകളെ ചോദ്യം ചെയ്യാൻ പരിഷ്കരണവാദികൾ വരുമ്പോൾ ഹദീസ് വിജ്ഞാനത്തിൽ ആധികാരികതയുള്ളവര് വേണം. പുതിയ കർമ്മശാസ്ത്ര ലോകം കടന്നു വന്ന് പൗരാണിക കർമ്മശാസ്ത്രത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പൗരാണിക കർമ്മശാസ്ത്രത്തെയും അതിന്റെ വികാസത്തെയും അറിയുന്ന, ഉസൂലും ഫുറൂഉം അറിയുന്ന നല്ല പണ്ഡിതന്മാരുണ്ടാകണം. അതുപോലെ ഇൽമുൽ കലാം അഥവാ പരിശുദ്ധമായ തൗഹീദിന്റെ വിജ്ഞാനം കാലോചിതമായി അവതരിപ്പിക്കാൻ പറ്റുന്ന നല്ല അവതാരമുള്ള ആലിമീങ്ങൾ വേണം. എന്നാൽ ചില ആലിമീങ്ങൾ എല്ലാ വിജ്ഞാന മേഖലയിലും കഴിവുള്ളവരായിരിക്കും. ചിലർ കർമ്മശാസ്ത്ര വിശാരദന്മാരാകാം, ചിലർ വ്യാകരണ ശാസ്ത്രത്തിൽ കഴിവുള്ളവരാകാം, ചിലർ ഖുർആൻ വ്യാഖ്യാന ശാസ്ത്രത്തിൽ കഴിവുള്ളവരാകാം. എന്നാൽ അപൂർവമായ ആളുകൾ മാത്രമാണ് എല്ലാ വിജ്ഞാന ശാഖയിലും അവഗാഹമുള്ളവരായി വരുന്നത്. ഇവിടെയാണ് മഹാനായ കോടമ്പഴ ഉസ്താദ് അവരുടെ രചനകൾ പഠിച്ചാൽ ഒരു ഭാഗത്ത് ഖുർആൻ വ്യാഖ്യാനമുണ്ട്,
മറുഭാഗത്തെ ഹദീസിന്റെ വ്യാഖ്യാനമുണ്ട്, മറുഭാഗത്ത് വിശ്വാസ ശാസ്ത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ, പൗരാണിക ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനമായി നമുക്ക് പഠിക്കാനുണ്ട്. മറ്റൊരു ഭാഗത്തെ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. വേറൊരു ഭാഗത്ത് നോക്കിയാൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ആധുനിക ലോകത്തോട് സംവദിക്കുന്ന ഇസ്ലാമിക പഠനങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിക്കുന്ന അപൂർവം ആളുകളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ നമ്മൾ അറിയുമ്പോൾ, പ്രിയമുള്ളവരെ, ആ പണ്ഡിത ശ്രേഷ്ഠരോട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയ ഒരു സേവനം, അവിടുന്ന് രചിക്കുന്ന ഗ്രന്ഥങ്ങൾ പരമാവധി ആളുകളിൽ എത്തിക്കാനും അവർക്ക് വായിക്കാൻ അവസരം സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്താൽ അത് ഇൽമിന്റെ മറ്റൊരു സേവനമാണ്. വിജ്ഞാനത്തോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കടപ്പാടാണ്. അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഇൽമിനെ ഇഷ്ടം വെക്കുകയും സ്നേഹിക്കുകയും അവസാനം വരെ അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ഇൽമ സമ്പാദിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. യൂദനു മിദാദുൽ ഉലമാ ബിദമി ശുഹദാ. പണ്ഡിതന്മാരുടെ പേനയിലെ മഷി തൂക്കപ്പെടുന്നത് നാളെ രക്തസാക്ഷികളുടെ രക്തത്തോട് സമാനമായിട്ടാണ്. ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി പേന ജനിപ്പിച്ചവർ ഇന്നലകളിൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനും പ്രചാരണത്തിനും വേണ്ടി അടർക്കളങ്ങളിൽ ഷഹീദായി വീണവർക്ക് തുല്യമാണ്. ഈജിപ്തിനും ഇസ്രായേലിനും ഒക്കെ ബന്ധമുള്ള ഒരു മുനമ്പ്, തുറമുഖമുണ്ട്, എയർപോർട്ടുണ്ട്. ലോകത്തെ എല്ലാ തെമ്മാടിത്തരത്തിൻ്റെയും കേന്ദ്രമാണ് ഇരാഖ്. പകൽ നട റോട്ടിൽ വ്യഭിചരിക്കുന്നത് കാണുന്ന നാടാണ്. ആ നാട് ഖുർആൻ പരാമർശിച്ച നാടാണ്. ഒരു രാത്രിയിൽ ജനങ്ങൾ കിടന്നുറങ്ങി നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ 12,000 വീടുകളിൽ വാതിൽ തുറക്കുന്നില്ല. ആളുകൾ വന്ന് മുട്ടി വിളിച്ചു നോക്കുമ്പോൾ പ്രായമുള്ളവരൊക്കെ പന്നികളായി പോയിരിക്കുന്നു, ചെറുപ്പക്കാരൊക്കെ കൊരങ്ങന്മാരായി പോയിരിക്കുന്നു. അല്ലാഹു സൂറത്തുൽ അറാഫിൽ ആ സംഭവം വിശദമായി പറയുന്നുണ്ട്. അതിന് കാരണം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് സംഭവം. ദാവൂദ് നബിയെ കിങ് ഡേവിഡ് എന്ന പേരിലാണ് ഇന്ന് യഹൂദികൾ പരസ്യപ്പെടുത്തുന്നത്. ദാവൂദ് നബിയുടെ മഖാം ജൂത ആധിപത്യത്തിലാണ്. ഏറ്റവും വലിയ സിയോണിസ്റ്റുകളായ ജൂതന്മാർ ഹിബ്രു ഭാഷയിലുള്ള തൗറാത്ത് ആ മഖാമിനടുത്തിരുന്ന് വായിക്കുന്നത് കാണാം. അവിടെ കിങ് ഡേവിഡ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ നബിയായിരുന്നു മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ആ ദാവൂദ് നബിയുടെ കാലത്ത് അന്നത്തെ പൊതു ആരാധനാ ദിവസമാണ് ശനിയാഴ്ച. അന്ന് കടലിൽ മത്സ്യവേട്ടക്ക് പോകരുതെന്ന് നിരോധിച്ചു. ويوم سبتهم تأتيهم حيتانهم شرعا. നിരോധിക്കപ്പെട്ട ആ ശനിയാഴ്ച കടപ്പുറത്ത് ചെന്ന് നോക്കിയാൽ മീനിങ്ങനെ വെത്തുന്നു, തെളുമ്പി വരുന്നു. അതേസമയം മറ്റുള്ള ദിവസങ്ങളിൽ ചെന്നാൽ ഒരു പട്ടിണിയാണ്, മത്സ്യമില്ല. ഇത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമായിരുന്നു. മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞ ദിവസം കടലിൽ ധാരാളം മത്സ്യം, അല്ലാത്ത ദിവസം മത്സ്യമില്ല. അപ്പൊ ഇബ്ലീസുൽ ലഈൻ ഒരു കുതന്ത്രം പറഞ്ഞു കൊടുത്തു. ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നല്ലേ പറഞ്ഞത്? നിങ്ങളൊരു കാര്യം ചെയ്യും, കടലിൽ നിന്നൊരു തോട് കയറി കുറച്ച് ഇപ്പുറത്ത് കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് ഒരു വരമ്പുണ്ടാക്കുക. മത്സ്യം കടലിൽ നിന്ന് ഈ കുഴിയിൽ വരും. അപ്പൊ കുഴിയിൽ നിന്ന് നിങ്ങൾ പിടിച്ചോ പിറ്റേ ദിവസം.
ഒരു കൂട്ടർ അങ്ങനെ സ്വതന്ത്രം ഒപ്പിപ്പിച്ചപ്പോ വേറൊരു കൂട്ടർ അതിനെ എതിർത്തു, ഒരു കൂട്ടർ മൗനം രക്ഷിച്ചു. ഈ പിടിച്ചവരാണ്, മീൻ പിടിച്ചവരാണ് പന്നികളും കുരങ്ങന്മാരുമായി മറിക്കപ്പെട്ടത്. അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സഞ്ചാരത്തിനിടയിൽ കണ്ട ഏറ്റവും വൃത്തികെട്ട ആ പാരമ്പര്യമുള്ള നാടാണ് ഇപ്പോഴും അവിടെ. അതിനേക്കാളും മോശമാണ് നമ്മുടെ കേരളം. അതിനേക്കാളും മോശമാണ് എന്ന് ഇന്ത്യ രാജ്യം. നമ്മുടെ കേരളമാണ് ഏറ്റവും മോശം. ഏകദേശം ഒരു 2 മാസത്തോളമായി ബോംബെയിലെ ചോപ്പാട്ടി വേശ്യകൾ ഒരു പ്രകടനം നടത്തുകയുണ്ടായി ബോംബെയിൽ. എന്താണ്? വേശ്യകൾക്ക് ഇപ്പൊ ജീവിക്കാൻ മാർഗമൊന്നുമില്ല, അതുകൊണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കണം ഗവൺമെന്റ് എന്നായിരുന്നു. അപ്പോ വേശ്യാവൃത്തി ഒരു ട്രേഡായി അംഗീകരിക്കുന്നിടത്തേക്ക് എത്താൻ പോവുകയാണ്. പിന്നെ ഈ ബീവറേജ് ഔട്ട്ലെറ്റുകൾ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ തർക്കിച്ച് പ്രായ ഭേദമന്യേ വ്യത്യാസമന്യേ. മുമ്പ് കാലത്ത് കള്ളു കുടിക്കാൻ പോകുമ്പോൾ പട്ടച്ചാലായി അടിക്കാനല്ലേ പോവുക. കള്ള് ഷാപ്പിലേക്ക് എല്ലാവരും പോകൂല, നാണക്കേടാണ്. കള്ള് കുടിച്ചാലും ചാവ് പോയി കുടിക്കില്ല. ഇപ്പോ ബീവറേജ് സ്റ്റോറേജിന്റെ മുമ്പിൽ ആട് പെണ്ണ് വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ ജനങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഇത് കണ്ട് വളരുന്ന ഒരു തലമുറ, ഇത് കേട്ട് വളരുന്ന ഒരു തലമുറ. പിന്നെ ജിയോ എന്ന് പറയുന്ന ഒരു കമ്പനി, അംബാനിയുടെ കമ്പനി, എല്ലാ ആളുകൾക്കും 4G ഇന്റർനെറ്റോട് കൂടിയ സിം ഒരു കൊല്ലമായി വെറുതെ കൊടുക്കും. ആരാ കഴിച്ചു പോകണം? ആർക്കായിക്കവില്ലേ ഈ മണങ്ങൾ? ലോകത്ത് നടക്കുന്ന സകല തമാടിത്തരങ്ങളും നമ്മുടെ പൈതം മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുത്തൻ തലമുറ ആൺമക്കളും പെൺമക്കളും കാണുകയാണ്. ഇതിന്റെ പിശക്, പിഴവ്, തെറ്റ് ഈരാത്തിനേക്കാളും ദുഷിച്ച നാടുകളായി നമ്മുടെ നാട് അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരികളെ, സഹോദരിമാരെ, നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ദീനുള്ളൊരു വിദ്യാഭ്യാസ തലമുറയെ വാർത്തെടുക്കലല്ലാത്തൊരു വഴിയില്ല. അള്ളാഹുവിൽ ഭയമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ. ഇപ്പോ നേരത്തെ ബാബുക്ക കഴിഞ്ഞ് പറഞ്ഞതുപോലെ ഇന്നലെ ഞാൻ വരുന്ന ഫ്ലൈറ്റ് നിറയെ കുഞ്ഞുമക്കളാണ്. ഒട്ടുമുക്കാൽ രക്ഷിതാക്കളും അവരെ മക്കളെയും ഭാര്യമാരെയും ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇവിടെ ഇരുന്ന് ആ മക്കളെ വെച്ചുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകും. അവരെ SSLC കഴിഞ്ഞു, അല്ലെങ്കിൽ അവരെ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞു, ഇനി ഡിഗ്രിക്ക് അവരെ എങ്ങോട്ട് അയക്കണം? SSLC കഴിഞ്ഞു, സെക്കൻഡറിക്ക് അവരെ എങ്ങോട്ട് അയക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഈ ക്ലാസ് പിരിയുന്നതിന് മുമ്പ് തന്നെ ടീച്ചർമാർ അല്പം ബുദ്ധിയും തന്നെയുള്ള കുട്ടികളെ കണ്ട ആ കുട്ടികളെ ഇങ്ങനെ ബ്രെയിൻ ചെയ്യും, വാഷ് ചെയ്യും. എന്നിട്ട് അവരെ നീ എഞ്ചിനീയർ ആകണ്ട, നീ മറ്റോനാകണം, മറ്റോനാകണം എന്നൊക്കെ നല്ല മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനിടയിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എന്തും നിങ്ങൾക്കാക്കാം. എഞ്ചിനീയർ ആകണം, ഡോക്ടർമാരാകണം, നല്ല പ്രൊഫഷണലുകൾ ആകണം. പക്ഷെ അവർക്ക് ദീനി ചുറ്റുപാടിൽ വളർത്താൻ സംവിധാനം ഉണ്ടാക്കണം. അവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു ഭയം ഉണ്ടാക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കാഞ്ഞാൽ നമുക്ക് സ്വയമായി സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയില്ല. എന്താ നിങ്ങൾ പറയുന്നത്? ഞങ്ങളെ കൊടുങ്ങല്ലൂരടുത്തൊരു സ്കൂളിനെ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ 9ായ ഒരു പെൺകുട്ടിയെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന 2-3 പിള്ളേരെ കൊണ്ടുപോയി എന്തൊക്കെയോ പേപ്പറിൽ ചീത്ത പേരുകളൊക്കെ. ഇത് സ്കൂൾ തലത്തിലെ സ്വഭാവമാണ്. പിന്നെ കോളേജ് തലത്തിലെയോ മറ്റു ഉയർന്ന തലങ്ങളിലോ ഒക്കെ നടക്കുന്ന വിദ്യാഭ്യാസം മനുഷ്യൻ ആക്കറ്റ ചെയ്യണം. വിദ്യാഭ്യാസം മനുഷ്യൻ നശിപ്പിക്കുകയാണ്.
എന്താണ് ആ രക്ഷിതാക്കളുടെ സങ്കടം? എന്താണ് ആ കുടുംബത്തിന്റെ ഒരു മാനഹാനി? പേപ്പറിൽ തൽക്കാലം പെൺകുട്ടിയുടെ പേര് വന്നില്ല എന്ന് കരുതിയിട്ട് സമൂഹം അറിയില്ലേ? ഈ ഒരു ദുരവസ്ഥയിലേക്ക് നാട് നീങ്ങുമ്പോൾ ഈ മക്കളെ നന്നാക്കിയെടുക്കുന്നതിന് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി നമ്മുടെ കൽബിലുണ്ടാവണം. അവരെ ജീവിതം നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ജീവിതം മുഴുവനും ഇൽമിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ വഇന്നൽ അംബിയാ ലം യുവരിസു ദിർഹമൻ വലാ ദീനാറ വഇന്നമാ വറസത്തുൽ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിയ. അതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ അവസാനം പറഞ്ഞവർ അമ്പിയാക്കള് പണ്ഡിതന്മാരുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കള് ദൃഹമോ ദീനാറോ സമ്പാദിച്ചില്ല, അവർ ഇൽമാണ് അനന്തരമായി നേടിയത്. അതുകൊണ്ട് അതിന് നമ്മുടെ ഈ പരിപാടി സാധിക്കുന്നതിന്